ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്തായിരുന്നു. പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സ്, എന്തായിരുന്നു എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ എനർജി. നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നു എങ്കിൽ നിങ്ങൾക്കിത് തുടർന്ന് കാണാവുന്നതാണ്. പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സ്. ഓക്കെ, ഈ റീഡിങ് കാണുന്നത് എപ്പോഴാണോ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വീഡിയോ എത്തുന്നത് ആ സമയത്ത് നിന്നും 24 hours പിറകിലോട്ടുള്ള എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ നൽകുക. പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സ്. പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. എൻ്റെ വ്യൂസിൻ്റെ എനർജി എന്തായിരുന്നു എന്ന ദിവസം, എൻ്റെ വ്യൂസിൻ്റെ എനർജി എന്തായിരുന്നു. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് വളരെ വിഷമിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട്. വളരെ ക്ഷീണിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ജോലി സംബന്ധമായോ സാമ്പത്തികപരമായോ റിലേഷൻ സംബന്ധമായിട്ടോ നിങ്ങളിങ്ങനെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് കാണുന്നത്. അത് വീട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒന്നും നിങ്ങൾക്കൊരു സപ്പോർട്ട് ഇല്ലാണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ സമാധാനത്തെ കണ്ടെത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് കരഞ്ഞ് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ആശ്വാസം തോന്നത്തില്ലേ, അതുപോലെ നമ്മൾ ചില കാര്യങ്ങൾ തേടി കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ ഇതുപോലെ ഒക്കൾട്ട് സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നോളജ് നിങ്ങൾ തിരയുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത്, എൻ്റെ ഉള്ളിലിരിക്കുന്ന ശക്തി എന്താണ് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വന്ന വഴിയെ നിങ്ങൾ അന്വേഷിക്കുന്നതായി കാണുന്നു. നിങ്ങൾ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത് നിങ്ങളതിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ജീവിത അനുഭവങ്ങൾ ഒരുപാട് ഉൾക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷനിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളൊരു സ്പിരിച്വൽ ഗൈഡൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ടാരോ റീഡറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ വാക്കുകളോ പ്രവൃത്തികളോ നിങ്ങളുടെ സാന്നിധ്യമോ മറ്റൊരു വ്യക്തിക്ക് അതൊരു കാവലായോ അല്ലെങ്കിൽ ഒരു വഴികാട്ടിയായോ മാറുന്ന ഒരു എനർജി ഇന്നേ ദിവസം നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് മിസ്സിങ് ആയിരുന്ന ചില വ്യക്തികളെ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യത്തെ നിങ്ങൾക്ക് കിട്ടിയതായി കാണുന്നുണ്ട്. ഓക്കെ, 9 of കപ്പിൻ്റെ എനർജിയാണ്. സന്തോഷിക്കുന്ന ഒരു നിമിഷവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് വേദന അനുഭവിച്ചിരുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ്റെ എൻഡിങ്ങും വന്നിരിക്കുന്നു. ഓക്കെ, ഒരുപാട് നിങ്ങൾ തകർന്നു പോയ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ അവസാനിക്കുകയാണ്. ഇത്രയും നാൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളം 5 മുതൽ 10 വർഷത്തിനിടയിൽ നിങ്ങൾ അനുഭവിച്ചിരുന്നതായിട്ടുള്ള ഒരുപാട് പെയിനുകൾ ഇവിടെ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ജോലിയില്ലാണ്ട് ഒരുപാട് നാൾ നിങ്ങൾ നിന്നിട്ടുണ്ടായിരിക്കും. റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഒരുപാട് നാൾ നിങ്ങൾ സഹിച്ചിട്ടുണ്ടായിരിക്കാം. പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം, ഒരുപാട് വേദനകൾ. ഒക്കെ കേസും വഴക്കുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ ഒന്ന് അവസാനിച്ചിരിക്കുന്നതായിട്ട് വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ചാണ് വന്നിരിക്കുന്നത്. അത് എന്തോത്തിൻ്റെ ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സന്തോഷത്തിൻ്റെ ചേഞ്ചിലേക്ക് നിങ്ങൾ മാറുകയാണ്. ഓക്കെ, എയ്റ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. സാമ്പത്തികമായും ജോലി സംബന്ധമായും ഒരു ഗ്രോത്ത് നിങ്ങളെ തേടി എത്തുന്നു. ഓക്കെ, ഇത്രയും നാൾ നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ഒരു ഗ്രോത്ത് നിങ്ങൾ എഫേർട്ട് ഇടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും 8 നമ്പറാണ് വന്നിരിക്കുന്നത്. 8 നമ്പറിലുള്ള എല്ലാ വ്യക്തികളും കഠിനാധ്വാനികളാണ്. അപ്പോൾ കഠിനാധ്വാനി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ മുൻനിരയിലേക്ക് സാമ്പത്തിക ഉയർച്ചയിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അല്ലാത്ത വ്യക്തികൾക്ക് നമുക്ക് പിറകിലേക്ക് ആയിപ്പോകും. ഓക്കെ, കിങ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾ ആത്മധൈര്യം വീണ്ടെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. തകർന്നു പോയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നെല്ലാം നിങ്ങൾ ആത്മധൈര്യത്തെ വീണ്ടെടുക്കുന്ന ഒരു ദിവസമായിട്ട് ഇന്ന് കാണുന്നുണ്ട്.
നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഗ്നോറിങ് വന്നിട്ടുണ്ട്. സാമ്പത്തികം ചോദിച്ച് നിങ്ങൾ പല സ്ഥലങ്ങളിലും ചെന്നിട്ടുണ്ട്, നോ എന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ജോലി അന്വേഷിച്ച് നിങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടായിരിക്കും, അവിടെയും നോ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ ഇഗ്നോർ ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള പല സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് നോ എന്നുള്ള മറുപടി ലഭിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ തള്ളിക്കളഞ്ഞ നിമിഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും സമീപിച്ച വ്യക്തികളെല്ലാം നിങ്ങളെ മൈൻഡ് ചെയ്യാതെ പോയിരിക്കുന്ന നിമിഷങ്ങളും ഈ അടുത്ത സമയത്തായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതായി കാണുന്നു. ഹാങ്ഡ് സിറ്റുവേഷനെ കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾ വീക്ഷിച്ചിരുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്നല്ല, നിങ്ങൾ മറ്റൊരു വേയിലൂടെ നിങ്ങൾ ചിന്തിക്കുവാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു വേയിലൂടെ നിങ്ങളുടെ ജീവിതത്തെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയെ കാണുന്നുണ്ട്. ഇത്രയും നാൾ സ്റ്റക്കായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ആ ഒരു സ്റ്റക്നെസ്സിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആകുന്നതായി കാണുന്നുണ്ട്. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിക്കുന്നു, ഇന്നർ നോളജ് വർദ്ധിക്കുന്നതായി കാണുന്നു. 3 നമ്പറാണ് വന്നിരിക്കുന്നത്. ബൃഹസ്പതിയുടെ ഒരു എനർജി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഹിഡനായി ഇരുന്നത് അതെല്ലാം നിങ്ങൾക്ക് എനർജിക്കായി മുന്നോട്ട് വരുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾ അറിയാത്തതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ഓർമ്മയിലൂടെ നിങ്ങളുടെ ബുദ്ധിയിലൂടെ അതിൻ്റെ സക്സസ്സിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ടവറിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഹെറോഫിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ടവറാണ് വീണ്ടും വന്നിരിക്കുന്നത്. വളരെ വലിയ ഒരു മാറ്റമാണ് എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ, ഒരു മാറ്റമാണ് ഇത്. നിങ്ങൾ വിശ്വസിക്കുന്നവർക്ക് മഹത്വം. ഓക്കെ, ഡബിളാണ് വന്നിരിക്കുന്നത് ടവറിൻ്റെ എനർജി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹമാണ് വരുന്നത്. കേസ് വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഡിവോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ റിലീസാകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ്സിനുള്ള ടൈമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്നതായിട്ട് കാണുന്നു. സാമ്പത്തിക ഗ്രോത്ത്, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിജയം, വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ഇതെല്ലാം നിങ്ങൾക്കിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, 4 ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? 4 ഓഫ് കപ്പിൻ്റെ എനർജി കാണിക്കുന്നു, നിങ്ങളെ തള്ളിക്കളഞ്ഞ വ്യക്തികളുടെ മുമ്പിൽ നിങ്ങൾക്ക് അനുഗ്രഹം കടന്നു വരുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ 2 സിറ്റുവേഷനെ ഇവിടെ ഒരുപാട് ഭയപ്പെട്ടതായി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള 2 സിറ്റുവേഷനെ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, ടെമ്പറൻസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണ് വരുന്നത്. സൂര്യനും ചന്ദ്രനും പോലെ യൂണിവേഴ്സിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ടെമ്പറൻസിൻ്റെ കാർഡ് എല്ലാം ബാലൻസിങ്ങിലേക്ക് കടന്നു വരുന്ന ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഹെർമിറ്റിൻ്റെ കാർഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഹെർമിറ്റിൻ്റെ കാർഡ് സൂചിപ്പിക്കുന്നു, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു എനർജി കടന്നു വരുന്നു. നിങ്ങളിപ്പം മാനസികമായും ശാരീരികമായും തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്, മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങളിലേക്ക് ഒരു അതിശക്തമായിട്ടുള്ള ഒരു എനർജി പ്രവാഹം കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു എനർജി പ്രവാഹം എന്ന് പറയുന്നത് ഭൂമിയിലുള്ള എനർജി അല്ല, നിങ്ങൾക്ക് ഡിവൈനിൽ നിന്ന് വരുന്നതായിട്ടുള്ള, പ്രപഞ്ചത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ ഒരു കണക്ഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് പ്രവഹിക്കുന്ന എനർജി അത് നിങ്ങളെ തന്നെ രൂപാന്തരണം കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത്. ഇതുപോലൊരു മാറ്റം നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും നിങ്ങൾ കണ്ടു കാണില്ല. അത്രത്തോളം നിങ്ങളിലെ ഒരു മാറ്റം വരാൻ പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയതെങ്കിൽ ഈ അടുത്ത സമയത്തായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കറണ്ടിലോ നിങ്ങൾ ഈ ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് എടുക്കാം. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കുന്നതായിട്ടുള്ള 2 കാര്യങ്ങൾ എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഉടൻ സംഭവിക്കുന്നതായിട്ടുള്ള 2 കാര്യങ്ങൾ എന്താണ്? ഓക്കെ, ഓക്കെ, പ്രപഞ്ചത്തിൽ നിന്നുമുള്ള നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ലോകം നിങ്ങളുടെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. ലോകത്തെ നിങ്ങളുടെ കൺട്രോളിലേക്ക് ആക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായി കാണുന്നു.
ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾ വേദനിച്ചതായിട്ടുള്ള എല്ലാ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷം നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ 4 ദിക്കുകളും നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ട് തന്നെ 4 എലമെൻറ്റും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ കാര്യങ്ങളെയും ബാലൻസിങ്ങിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ, നിങ്ങളിലേക്ക് ഒരു സെലിബ്രേഷൻ കടന്നു വരുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു എനർജിയെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലെസ്സിങ് എന്തായാലും നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. ദ ബാലൻസ് ആണ് കടന്നു വന്നിരിക്കുന്നത്, ടെമ്പറൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് 2 സിറ്റുവേഷനെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ബോധ മനസ്സും നിങ്ങളുടെ ഉപബോധ മനസ്സും തങ്ങളിലുള്ള കോൺഫ്ലിക്റ്റ് ഇവിടെ അവസാനിക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ആ സിറ്റുവേഷനെ ബാലൻസിങ്ങിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. പ്രപഞ്ചവും നിങ്ങളും തങ്ങളിലുള്ള കണക്ഷനിടയിൽ യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്, ഒരു മാലാഖയുടെ ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായി കാണുന്നുണ്ട്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ, നിങ്ങളുടെ ഹാർട്ട് ചക്ര എനർജി വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി കടന്നു വരുന്നതായി കാണുന്നുണ്ട്. നിങ്ങൾക്ക് അടയ്ക്കപ്പെട്ടു പോയിട്ടുള്ള പല വഴികളും നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആകുന്നതായിട്ട് കാണുന്നു. സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾക്ക് യാതൊരു ഗ്രോത്തും ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ ഒരു ബാലൻസും ഇല്ലാതിരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ മറികടക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം 5 നമ്പറാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് ഒരു ബാലൻസിങ് എനർജിയാണ് കടന്നു വരുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന 2 അനുഗ്രഹങ്ങൾ, സണ്ണിൻ്റെ എനർജിയും അതുപോലെ തന്നെ ഒരു മൂവ് ഓണിൻ്റെ എനർജിയാണ് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ വേദനിപ്പിച്ചതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ പൂർണ്ണമായും മൂവ് ഓൺ ചെയ്യുന്ന ഒരു എനർജി വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്തും നിങ്ങളുടെ ഉള്ളിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു സപ്പോർട്ടും, നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിന് പ്രപഞ്ചശക്തി നിങ്ങളെ സഹായിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയും ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ തന്നെ വരാൻ പോകുന്ന ബ്ലെസ്സിങ്ങും ഓക്കെ അനുഗ്രഹങ്ങളും ഇതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറന്നു പോകരുതേ. നിങ്ങൾ ടാരോ കാർഡ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചതിനാൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു.